തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ 3 പേർ ഓട്ടോ ഡ്രൈവർമാരാണ്. 2 വഴിയാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ വാഹനമോടിച്ച AK വിഷ്ണുനാഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് തീരുമാനം. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകട കാരണമെന്ന് RTO VS അജിത് കുമാർ പറഞ്ഞു. ഉച്ചയോടെയാണ് നഗരത്തെ നടുക്കിയ അപകടം. ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ഫുട്പാത്തിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി. ഓട്ടോ കയറാനെത്തിയ സ്ത്രീയെയും പുരുഷനെയും ഇടിച്ചു തെറിപ്പിച്ചു. ഓട്ടോ ഡ്രൈവർമാരായ കുമാർ, സുരേന്ദ്രൻ, ഷാഫി എന്നിവരെയും വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ഇതിൽ കുമാർ ഒഴികെ മറ്റ് 4 പേരുടെയും പരിക്ക് ഗുരുതരമാണ്. ഞാൻ അതിലായി പോയെങ്കിൽ കുറച്ച് നീങ്ങി ഒരു 5 കാലെടുത്ത് വച്ചതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കൊച്ചു മോളും മോനും കമ്പിക്കകത്തൂടെ നടന്നിങ്ങോട്ട് വരുന്നു. തിരിഞ്ഞ് നോക്കി സൗണ്ട് എവിടെയോ കേൾക്കുന്നു. എവിടെയെന്ന് പറഞ്ഞാൽ കമ്പിയിൽ കയറി പിടിച്ചിട്ട് തിരിഞ്ഞ് നോക്കുന്ന ഈ ഡ്രൈവർമാർ 2 തെറിച്ച് ഇങ്ങ് കിടക്കുന്നു. അത് നോക്കിയപ്പോൾ ഈ കൊച്ചു മോള് കിടക്കുന്ന കണ്ട് സങ്കടം വന്നു. കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഷാബിയുടെ വണ്ടി. ഷാബി ഈ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു, അടുത്ത വണ്ടിയിൽ ആളുണ്ടായിരുന്നു. അങ്ങനെ 3 പേര് അടുത്തടുത്താണ് നിന്നത്. ഒരാൾ ഓട്ടം പിടിക്കാൻ വേണ്ടി വന്നതാണ്. ആ വന്ന ആൾ സംസാരിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയിലാണ് ഈ വണ്ടി ഇതുവഴി കയറി ഇതാണ്ട് ഇവിടെ ഇടിച്ചിട്ടുണ്ട്. കയറാൻ വേണ്ടി സംസാരിച്ച് കയറുന്ന മുമ്പേ എന്തോ കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ കാര്യമെല്ലാം കഴിഞ്ഞ് വണ്ടി അവിടെ എത്തി. ഷാബി അങ്ങ് എത്തി. അങ്ങെത്തി ഈ 3 വണ്ടിയും കഴിഞ്ഞ് അങ്ങ് അപ്പുറം വന്നു. അവിടെ നിന്നാണ് എടുത്തത്. വട്ടിയൂർക്കാവ് വലിയവിള സ്വദേശി AK വിഷ്ണുനാഥാണ് വാഹനം ഓടിച്ചിരുന്നത്. വിഷ്ണുനാഥിനൊപ്പം ഇയാളുടെ അമ്മാവനും വാഹനത്തിലുണ്ടായിരുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവിംഗ് പരിശീലനത്തിനിടെയാണ് അപകടമെന്നാണ് സൂചന. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകട കാരണമെന്ന് RTO VS അജിത് കുമാർ പറഞ്ഞു. അതിനകത്ത് അവർ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഡ്രൈവറാണെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. അതിനകത്ത് ഒന്നും ഇപ്പോൾ അയാളുടെ ലൈസൻസിനെ കുറിച്ച് ഞങ്ങൾ നോക്കുകയാണ്. അയാൾക്ക് ലൈസൻസ് ഹോൾഡർ ആണോ എന്ന് വേണം. അയാളെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയ സാഹചര്യത്തിൽ നമ്മൾ ഒരാളോട് മനുഷ്യത്വ സമീപനം എടുക്കണമല്ലോ. നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഇല്ലില്ല നോക്കിയിട്ട് വേറെ സാങ്കേതിക തകരാറില്ലാത്ത വാഹനമാണ്. ഓട്ടോ കയറാനെത്തിയ സ്ത്രീയും പുരുഷനും ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഗുരുതര പരിക്കേറ്റ 4 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.